ഒലയത്തിൻ്റെ കുറച്ചുകൂടി ഇറച്ചി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പൂതി ഇറച്ചി വെക്കുമ്പോൾ കുറച്ച് നെയ്ച്ചോറും കൂടി വെക്കാമെന്ന്. അപ്പോൾ ഒന്ന് ഓർക്കണം കേട്ടോ, ഗ്യാസില്ല, ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കണം. അപ്പോൾ നോക്കുമ്പോൾ ചെമ്പില്ല. അപ്പോൾ ഇത് നമ്മൾ ചോറ് വാർക്കുന്ന ചെമ്പട്ടിയാണ് കേട്ടോ. ഇതിലാണ് ഞാൻ ചോറ് വാർക്കാറ്. അപ്പോൾ അതിൽ ഞാൻ എന്താക്കിയെന്ന് അറിയാം, പുറത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറച്ചി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് വെറുംചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിതാ പിന്നെ ഈ ഒരടുപ്പ് മാത്രമായിപ്പോയി ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. ഞാനിത് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒന്നുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അത് വിണ്ട് ഇങ്ങനെ വരുമ്പോൾ 2-3 ദിവസമാവും എന്തായാലും കത്തിക്കാൻ. അപ്പം അത് ശരിയായി വരണം. പിന്നെ അതാ ഞാൻ ഇറച്ചി ഒന്ന് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് വാർക്കട്ടോ. ഞാൻ മൺകലത്തിൽ അങ്ങനെ വാർക്കാറില്ല കേട്ടോ. വേറൊരു കലത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് വാർക്കാറ്. ഇന്നിപ്പോൾ മറ്റേ കലം ഒഴിവില്ല, അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ചിട്ട് വാർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് വാർത്തെടുക്കുകയാണ്. കാരണം ഇതിൽ തന്നെ നമ്മൾ വെക്കുന്ന സമയത്ത് നന്നായിട്ട് വേവ് കുറച്ചിട്ട് ഊറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പോകും കേട്ടോ. ആ മൺകലത്തിൻ്റെ ആ ഒരു ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവ് കയറും. അപ്പോൾ നമ്മൾ കുറഞ്ഞ വേവിൽ വാർത്തെടുക്കണം. അപ്പം ഞാൻ ഈ വെള്ളം ആദ്യം ഒന്ന് ഒഴിവാക്കി എടുക്കുകയാണ്. എന്നിട്ടാണ് ഊറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ കൂടെയൊക്കെ വെള്ളം പോകും. പിന്നെ ഇതിൻ്റെ ഈ ഒരു മൺപാത്രം നമുക്കിതിൽ വാർക്കാൻ പറ്റില്ല കേട്ടോ. അത് ചെറിയ പിന്നെ ഒരു ചെമ്പട്ടിയാണ്. ഇവിടെയൊക്കെ സാസ്പാനി എന്നാണ് കേട്ടോ അതിന് പറയാറ്. ഞാൻ സാസ്പാനിന്ന് ഇവിടെ വന്നിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഞങ്ങളൊക്കെ ചെമ്പട്ടി എന്നാണ് പറയൽ. അപ്പോൾ ഈ ഒരു ചെമ്പട്ടിയിൽ ഇതങ്ങനെ കൊള്ളൂല കേട്ടോ. കുറച്ചുകൂടി വലിപ്പമുള്ള ഇതിലാണ് ഞാൻ വാർക്കാറ്. അതിൽ നമ്മൾ നേരത്തെ നെയ്ച്ചോറ് വെച്ചത് അതിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി ഇവിടെ സെറ്റാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ ഞാൻ പിന്നെ ചിക്കനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ബീഫ് നമ്മൾ പിന്നെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുക്കറിൽ അപ്പോൾ എണ്ണയൊക്കെ തേച്ച് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മൺചട്ടിയിൽ വെക്കുന്ന സമയത്ത് കുറേ സമയമായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ കരി പിടിച്ചാലും നമ്മൾ പിന്നെ കേക്കിൻ്റെ വേഗം പോകും. കാരണം എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ ഞാനതിൽ. പിന്നെ രാവിലെ തന്നെ നമ്മൾ പിന്നെ വേഗം അടുപ്പ് കത്തിച്ച് ഗ്യാസില്ലാത്തതുകൊണ്ട് തന്നെ വേഗം കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാനുള്ള കടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്, മഴ ആയതുകൊണ്ട് തന്നെ. പിന്നെ അപ്പോൾ ഇതാ ചെരുപ്പും ഡ്രസ്സൊക്കെ ഇതാ ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശയാണ് നമ്മൾ കടി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ദോശക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജാറിൽ തന്നെ വെക്കാറാണ് കേട്ടോ. ഞാനതിന്ന് ഒഴിവാക്കി വെക്കാറൊന്നുമില്ല. രാവിലെയാണ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിവാക്കുക. എന്താ ഇപ്പോൾ ഭയങ്കര ഒരു മടി ആയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ് കേട്ടോ. പക്ഷേ അതിൽ തന്നെ വെക്കുമ്പോഴും പൊന്തുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാറാണ് പതിവ്. ഒരു ചെറിയൊരു കുടുക്കയിലേക്ക് ഒഴിവാക്കിയിട്ട് അത് നമ്മൾ പിന്നെ മൂടി വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കും കേട്ടോ. പിന്നെ എൻ്റെ അടുപ്പ് ഈ ഒരു രൂപത്തിലൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. കുറേ മണ്ണ് ഉപയോഗിച്ച് കുറേ തേമ്പിയാണ് കേട്ടോ അങ്ങനെ ആക്കിയത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കൊത്തി മണ്ണ് ഇങ്ങനെ കുത്തി കുയ്യാക്കി എടുത്തതായിരുന്നു. ആദ്യം നമുക്ക് ഈ ഒരു അടുപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കൊത്തിയെടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഗ്യാസും ഇല്ല, കറണ്ടടുപ്പ് നമുക്കില്ല. പിന്നെ ഈ ഒരു അടുപ്പത്ത് നമുക്ക് കുട്ടികൾ പോകുമ്പോഴത്തേക്കും ചോറും കറിയും ചായയും ഒക്കെ ആക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഞാനിങ്ങനെ തേമ്പി കൊണ്ട് നിൽക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തേമ്പി കൊടുക്കുന്നത്. കാരണം നന്നായിട്ട് തേമ്പിയിട്ടില്ലെങ്കിൽ അത് വിട്ട് പോരും കേട്ടോ. പൊളിഞ്ഞു പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കത്തിക്കുന്ന സമയത്ത് നന്നായിട്ട് കത്തും വേണമല്ലോ.
പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇറച്ചിക്കറിയാണ് ദോശയ്ക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചായയും കടിയും കറിയും ഒക്കെ കൊടുത്ത് മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്കൂളിലേക്ക് പോകാൻ 8:30 ബസ് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫുഡൊക്കെ ആക്കി അവർക്ക് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വഴുതന പൊരിക്കുകയും അതേമാതിരി പിന്നെ വെണ്ടക്ക കറിയും ഒക്കെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴുതന ഇതേപോലെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന മാതിരി പൊരിച്ചാൽ ഞാൻ വഴുതന കിട്ടുന്ന സമയത്ത് ഇതേപോലെ ആക്കി സ്കൂളിലേക്കും അല്ലാണ്ടും ഒക്കെ കൊടുത്തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അതിനൊരു 3 കല്ല് കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ മസാല തേച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനിതാ ഈ മൺപാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അത് ആദ്യം വേവിച്ചതിന് ശേഷം ഞാൻ മസാല വേറെ ചട്ടിയിലാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ചോറ് വെക്കുന്നത് കേട്ടോ. കറി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നത്. ഈ മൺപാത്രത്തിൽ ഞാൻ കുറച്ച് അരി ഉള്ളപ്പോൾ ഇതിലുണ്ടാക്കും കേട്ടോ. കുറച്ച് അരി ഇടേണ്ട സമയത്ത് ഇതിലുണ്ടാക്കും. അല്ലാതെ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ പിന്നെ കലത്തിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി കേട്ടോ. വീണ്ടും അടുത്തൊരു ദിവസം കാണാം.